ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ചിട്ടുള്ള അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന, അത് സീസ് ചെയ്യാനുള്ള അധികാരം, അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് നിയമവിധേയമാണോ അല്ലയോ എന്ന് തെളിയിക്കാനുള്ള ചുമതല ആരുടെ കൈവശമാണോ ഉണ്ടായിരുന്നത് അയാളുടെ ഉത്തരവാദിത്തമാക്കുന്ന വ്യവസ്ഥ, ഇതൊക്കെ വലിയ തോതിൽ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മലയോരത്ത് താമസിക്കുന്ന മനുഷ്യരുടെ വീടുകളിൽ ഏത് നേരത്തും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കാർ പരിശോധന നടത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയാണ് എന്നൊക്കെയാണ് വിമർശിക്കപ്പെടുന്നത്. അതോടുകൂടി ഈ ജനങ്ങൾ അവിടെ നിന്ന് കുടിയൊഴിഞ്ഞു പോകേണ്ടി വരും എന്നുള്ള മട്ടിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ അവിടുത്തെ MLA തന്നെ വാർത്താസമ്മേളനം നടത്തുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, മലയോരത്ത് താമസിക്കുന്ന 1 കോടിയിലധികം വരുന്ന ജനങ്ങൾ കുടിയൊഴിയേണ്ടി വരും, ഇത് മനുഷ്യരെ ആകെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമഭേദഗതി കൊണ്ടുവരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തരം ഈ ഫോറസ്റ്റ് പ്രൊഡ്യൂസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മലയോരത്ത് അടുത്തൊക്കെ താമസിക്കുന്ന ആളുകളുടെ കൈവശമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വലിയ തോതിൽ ഈ ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ പാകത്തിലുള്ളൊരു വ്യവസ്ഥയായിട്ട് മാറും. ഇന്ത്യൻ ഭരണഘടന അവരുടെ സൂക്ഷ്മതയോട് വായിച്ചു കഴിഞ്ഞാൽ IPC സെക്ഷൻസ് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ എവിടെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ തരത്തിലുള്ള ഒരു പ്രോസസ്സിന് വിധേയനാണ്. വേണമെങ്കിൽ അത് ചെയ്യാം. ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിലും താങ്കളുടെ വീട്ടിലും ഉദ്യോഗസ്ഥർക്ക് വരാം, പരിശോധന നടത്താം. അതിനുള്ള പ്രൊവിഷൻസ് ധാരാളമായിട്ട് അവൈലബിൾ ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റൊന്ന്, മലയോര മേഖലയ്ക്ക് മാത്രമായിട്ട് അവിടുന്ന് മനുഷ്യർ കുടിയൊഴിഞ്ഞു പോകണം എന്നുള്ളൊരു വാദം എത്ര നാൾ മുന്നേ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ മലയോര മേഖലയിൽ നിന്ന് ആളുകൾ കുടിയൊഴിഞ്ഞു പോകുന്നുണ്ട്. അത് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഗാർഗ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയിട്ടല്ലല്ലോ, ഇപ്പോൾ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയിട്ടും അല്ല. പിന്നെ എന്തുകൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത്? പുതിയ തലമുറ കുറച്ചും കൂടി സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു റിവേഴ്സ് മൈഗ്രേഷൻ കേരളത്തിൽ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അത് ഒരു തരത്തിലും വന നിയമങ്ങളായിട്ട് ബന്ധപ്പെട്ടോ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ല, അത് മറ്റു പല സാമൂഹ്യ കാരണങ്ങൾ കൊണ്ടാണ്. പുതിയ തലമുറയെ സംബന്ധിച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ, അവരുടെ കണക്ടിവിറ്റി, അവർക്കുള്ള ആക്സസിബിലിറ്റി, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് റിവേഴ്സ് മൈഗ്രേഷൻ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിന് കാരണം ഇവരെ അല്ല. മാത്രമല്ല, ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള കാടിനോട് ചേർന്ന പ്രദേശത്ത് ഒരു തരത്തിലുള്ള ഭരണ സംവിധാനവും ആവശ്യമില്ല എന്നുള്ള തരത്തിലൊരു വാദം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് കോഴിക്കോട് ബിഷപ്പ് പറഞ്ഞത്, ഈ നിലയ്ക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ മലയോര മേഖലയിലെ ഭരണം ഞങ്ങളങ്ങ് ഏറ്റെടുക്കും, ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട് എന്നൊരു ബിഷപ്പ് പറഞ്ഞപ്പോ എനിക്ക് സംശയം തോന്നി. ഇത് തന്നെയാണല്ലോ ഇന്ത്യയിലെ മാവോയിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ വ്യത്യാസം? ഇത് രണ്ടും ഒരേ വാക്കുകളാണ് പറയുന്നത്. അപ്പോ ഇത് ആ നിലക്കുള്ള അമിതാധികാര പ്രയോഗം നടത്തുന്ന സംഘടനകളുണ്ട്, മതങ്ങളുണ്ട്, മതസംഘടനകളുണ്ട്. അവര് വളരെ തീവ്രമായിട്ട് ആക്രമിക്കുന്ന ഏക വകുപ്പ് എന്ന് പറയുന്നത് വനംവകുപ്പാണ്. സാധാരണ മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഈ വനം എന്ന് പറയുന്ന ഒരു വിഭവം വനംവകുപ്പിന്റെ മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു വിഭവം അല്ലല്ലോ. അത് ഇവിടെയുള്ള മുഴുവൻ മനുഷ്യർക്കും ശുദ്ധവായുവും ശുദ്ധജലവും ധാരാളം തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങളും കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു വിഭവത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പൊതുസമൂഹം ചെയ്യേണ്ടത്. മറിച്ച് ആ വിഭവത്തെ സംരക്ഷിക്കാനായിട്ട് ആവശ്യമായിട്ട് അവരെടുക്കുന്ന നിലപാടുകളെ പൂർണ്ണ മനസ്സോടുകൂടി അതിനോടൊപ്പം നിൽക്കുകയും ഈ വിഭവത്തെ സംരക്ഷിക്കാനായിട്ട് അവർക്ക് കൂടി കൈത്താങ്ങായിട്ട് കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുക എന്നുള്ളതാണ് പൊതുസമൂഹം ചെയ്യേണ്ടത്. കാരണം അത്ര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.